അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ 2024 മെയ് 15 കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റിൽ മക്കത്തുൽ മുക്കറമയിലേക്ക് പുറപ്പെട്ടു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ വിശുദ്ധ ഹറം ഷരീഫിൽ എത്തിച്ചേരുകയുണ്ടായി. ഇൻഷാ അള്ളാഹ് ജീവിതത്തിലെ വലിയൊരു അഭിലാഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൂർത്തിയാകാൻ പോകുന്നു. ഓരോ ദിവസവും 5 വക്ത നിസ്കാരം കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നാം നിസ്കരിക്കുന്നു. ഈ സമയത്തൊക്കെയും ആ പരിശുദ്ധ ഭവനം കാണുക എന്നത് ഏതൊരു മുഅ്മിനിൻ്റെയും വലിയൊരു അഭിലാഷമായിരിക്കും. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുക, ഇതെല്ലാം ഒരു മുഅ്മിൻ്റെ ജീവിതത്തിലെ വലിയ അഭിലാഷങ്ങൾ തന്നെയാണ്. എൻ്റെ വല്യപ്പ എനിക്ക് വിവരിച്ചു തന്ന അദ്ദേഹം കാണാത്ത മക്കത്തുൽ മുക്കറം എൻ്റെ മനസ്സിൽ ഒളിമങ്ങാതെ നിലനിന്നിരുന്നു. ചെറുപ്പം തൊട്ടേ ഹജ്ജും ഉംറയും നിർവഹിക്കുക, കഅബ ഷരീഫ് എന്ന പുണ്യഭവനം കാണുക, ഹബീബായ റസൂലിൻ്റെ റൗള സിയാറത്ത് ചെയ്യുക, ഇതിനു വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ദുആക്കുള്ള ഇജാബത്ത് എന്നോണം ഈ പുണ്യഭൂമിയിൽ അള്ളാഹു എത്തിച്ചു തന്നിരിക്കുന്നു. ഇനി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നമ്മുടെ മുമ്പിൽ ബാക്കിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പല സ്ഥലങ്ങളും സന്ദർഭങ്ങളും നിമിഷങ്ങളും ഈ പുണ്യഭൂമിയിലുണ്ടല്ലോ. ആ സമയത്തെല്ലാം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർക്കുമെന്ന് നിങ്ങളോട് വാക്ക് തരുന്നു ഇൻഷാ അല്ലാഹ്. ഈ പുണ്യഭൂമിയിലെത്താൻ കൊതിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹലാലായ മുറാദ് അല്ലാഹു തആല ഹസ്സലാക്കി തരട്ടെ. എത്രയും പെട്ടെന്ന് ഈ പുണ്യഭൂമിയിലെത്തി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളിൽ പലരും എന്നോട് ദുആ ചെയ്ത ദുആ വസിയത്ത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ ഇവയിലൊക്കെ തന്നെയും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഞാൻ വാക്ക് തരുന്നു. നിങ്ങൾക്ക് തരുന്ന ഈ വാക്ക് നിറവേറ്റാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഉംറയുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് അല്പസമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുകയാണ്. ഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ല. ആ മഹാകർമ്മത്തിൽ മുഴുകിയിരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അറഫ, മീന, മുസ്ദലിഫ മുതലായ പുണ്യസ്ഥലങ്ങളിൽ മഹത്തായ എല്ലാ കർമ്മങ്ങളും ശരിയായ രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇന്ന് സുബ്ഹി നിസ്കാരത്തിന് ശേഷം മത്താഫിലുള്ള തിരക്കാണിത്. മത്താഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തവാഫ് ചെയ്യാനുള്ള കഅബത്തിന് ചുറ്റുമുള്ള സ്ഥലമാണ്. പരിശുദ്ധമായ മത്താഫ് മുഴുവനും ജനലക്ഷങ്ങളായ മുഅ്മിനീങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, വർഗവർണ്ണ വേഷ വ്യത്യാസമില്ല. ഒരൊറ്റ മനസ്സോടെ അള്ളാഹുവിൻ്റെ ഭവനത്തിങ്കലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിലൊരു ബിന്ദുവാവാൻ അള്ളാഹു തആല അവസരം തന്നിരിക്കുകയാണ്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒട്ടനവധി സഹോദരന്മാർ, സഹോദരിമാർ ഈ പുണ്യഭവനത്തിലെത്താൻ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു തആല ഹാസുലാക്കി കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹജറുൽ അസ്വദ്, റുക്നുൽ യമാൻ, കഅബ ഷരീഫിൻ്റെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള സ്ഥലമായ മുൽത്തസം, സംസം കിണർ, സംസം എന്ന പരിശുദ്ധമായ വെള്ളം, കഅബ ഷരീഫിൻ്റെ ഖില്ല, ഹജർ ഇസ്മായിൽ, എത്രയെത്ര പരിശുദ്ധമായ ഭാഗങ്ങൾ. പരിശുദ്ധമായ ഭാഗങ്ങൾ കാണാനും ഇവിടെയൊക്കെ ദുആ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഫാ മർവക്കിടക്കുള്ള സ്ഥലമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തവാഫിന് ശേഷം സഅയ് നടത്തുന്ന സ്ഥലമാണിത്. സഫ മുതൽ മർവ വരെ ഏകദേശം 800 മീറ്ററുണ്ട്. സഫയിൽ നിന്നും മർവയിലേക്കും മർവയിൽ നിന്നും സഫയിലേക്കുമായി 7 പ്രാവശ്യം നടക്കുന്നതിനാണ് സഅയ് എന്ന് പറയുന്നത്. പുതുതായി ഒരുക്കിയ സൗകര്യങ്ങളുടെ ഭാഗമായി വിവിധ തട്ടുകളിലായി പതിനായിരങ്ങളാണ് ഒരേ സമയം സഅയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തവാഫും സഅയും കഴിഞ്ഞാൽ മുടിമുറിക്കലോടുകൂടി ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.